കാലത്ത് തന്നെ അപ്പൂപ്പൻ പ്രതികാരം വീട്ടിയതാണ് കേട്ടോ. ഇന്നലത്തെ ബസുമതി റൈസിന്റെ റിവഞ്ച് തീർത്തതാണ്. എൻ്റെ അടുത്ത് പറയാണ്, നിനക്ക് പറ്റുകയാണെങ്കിൽ 3 ആലു പൊറാട്ടയും അതുപോലെ തന്നെ 3 കോഴിമുട്ട പൊരിച്ചതും ഈ സാലഡും ഈ തൈരും കടിച്ച് തീർക്കാൻ വേണ്ടി തീർക്കുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ കൂടിപ്പോയ ഒരെണ്ണ കഴിക്കാട്ടെ, കാരണം ഉള്ളിൽ ഫില്ലിംഗ് ഉള്ള പറാത്തയാണ് കേട്ടോ. ആലു പൊറാട്ട എല്ലാവർക്കും അറിയണതല്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈപ്പത്തിനെക്കാട്ടും വലിപ്പം കിട്ടും ഈ സാധനം. വെല്ലുവിളി എന്തായാലും ഞാൻ ഏറ്റെടുത്തു. പയ്യെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യം കുറച്ച് തൈര് ഒഴിച്ചിട്ട് ആദ്യം കഴിച്ചു, പിന്നെ ആ മുട്ട പൊരിച്ചത് കഴിച്ചു. കുറച്ചു നേരം നിവർന്ന് നിന്നു, കുറച്ചു നേരം എണീറ്റ് നിന്നു. എല്ലാം ഒന്ന് റെഡി ആവണല്ലോ, ഒന്ന് എത്തണല്ലോ എല്ലായിടത്തേക്കും. കാലത്ത് എണീറ്റിട്ട് ഒരു ചായ കുടിച്ചു, പിന്നെ ഒരു പപ്സ് കഴിച്ചു, പിന്നെ ഒരു 7up കുടിച്ചു. എന്നൊന്നും പറയണ പോലെ എത്ര എളുപ്പമില്ലായിരുന്നു ഈ ആലു പൊറോട്ട കഴിക്കാൻ. പക്ഷെ നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 3 ആലു പൊറോട്ടയും 3 കോഴിമുട്ട പൊരിച്ചതും ആ ദഹിയും മുഴുവൻ ഞാൻ ഒറ്റ ഇരിപ്പിന് തന്നെ തീർത്തുവിട്ടാ. എനിക്ക് ഭയങ്കര എന്തോ പോലെയായിരുന്നു. കുറച്ചു നേരം നിവർന്ന് നിന്നു, വയറൊക്കെ ചാടിയിട്ട ശരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർ വന്നു സൈക്കിൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഇത് കേരളത്തിലുള്ള സൈക്കിളാണ്, ടോഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ്. കേരളത്തിൽ നിന്ന് സൈക്കിൾ ചവിട്ടി വന്നതാണ്. ഇവിടെയുള്ളവർ ഇങ്ങനത്തെ സൈക്കിളിനെ റേസ് വാല സൈക്കിൾ എന്ന് കേട്ടാ പറയാ. എന്തായാലും നമ്മൾ വെല്ലുവിളി ജയിച്ച കാരണം അപ്പാപ്പനും ഞെട്ടിപ്പോയിട്ട്. അപ്പാപ്പനും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അപ്പാപ്പനോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ കാശ്മീരിലേക്ക് സൈക്കിൾ ഓട്ടാൻ പോയിട്ടാ.